മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള മുസ്ലിം ലീഗിന്റെ വീട് കൈമാറ്റവും കോൺഗ്രസിന്റെ തറക്കല്ലിടലും പ്രഖ്യാപിച്ച തീയതികളിൽ തന്നെ നടക്കുമെന്ന് നേതാക്കൾ. സർക്കാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം മാർച്ച് 1 മാറ്റിയിരുന്നു. ടൗൺഷിപ്പിലെ അപ്രോച്ച് റോഡ് അടക്കം പൂർത്തിയാക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഉദ്ഘാടനം നീട്ടിവെച്ചത്. ഫൈസൽ നിർമ്മാണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹാദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഫേസ് 1-ൽപ്പെട്ട 178 കുടുംബങ്ങൾക്ക് ഫെബ്രുവരി 25-ന് വീട് കൈമാറ്റം നടക്കുമെന്നുള്ളതായിരുന്നു അറിയിച്ചത്. എന്നാൽ പിന്നീട് തീയതി മാറ്റി മാർച്ച് 1 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഫേസ് 1-ൽപ്പെട്ട ആളുകൾക്ക് സോൺ 1, സോൺ 3, സോൺ 4 ഈ 3 സോണുകളിലെ നിർമ്മാണം പൂർത്തിയായ വീടുകളാണ് കൈമാറുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സോൺ 1-ൽപ്പെട്ട ഒരു വീട്ടിലാണ്. ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഘട്ടത്തിൽ എത്തിയെന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നത്. വീടിൻ്റെ അകത്തെ കാഴ്ചകളാണിത്. ഒരു ഹാള്, അതുപോലെ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ എന്നീ തരത്തിലാണ് വീട് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ തന്നെ ഈ വീടിനുണ്ട്. ഒരു ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുക്കളയുണ്ട്. അടുക്കളയോട് ചേർന്ന് അടുക്കളയോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ എന്നീ തരത്തിലാണ് ഈ വീടിൻ്റെ ക്രമീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതാനും ചില പണികൾ ഇനിയും വീടിനുള്ളിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പല വീടുകളിലെയും പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാകുമ്പോൾ ഇങ്ങനെയാണ് ഇതിനൊരു സ്ട്രക്ചർ വരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ വീട്ടിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ ഇനിയും കാലതാമസം എടുക്കും. കാരണം വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷൻ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കറണ്ട് എത്തിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ കറണ്ടിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിലുള്ള പോസ്റ്റ് വഴിയുള്ള കറണ്ടല്ല ഇവിടേക്ക് എത്തിക്കുന്നത്. ഭൂഗർഭ വഴി, അതായത് മണ്ണിനടിയിലൂടെ പൈപ്പുകൾ ഇട്ടുകൊണ്ട് വയറുകൾ വലിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ ടൗൺഷിപ്പിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്നത്. അതിന് പുറമെ ഓരോ വീടിനും സോളാർ സിസ്റ്റം ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വീട്ടിൽ നിന്ന് ഡ്രൈനേജ് അതായത് വേസ്റ്റ് വാട്ടർ വന്നു കഴിഞ്ഞ് ഇവിടെ സ്റ്റോർ ചെയ്ത് ഇതിന് ശേഷം വലിയൊരു ടാങ്കിലേക്കാണ് ഇവിടെ നിന്ന് പോവുക. അപ്പോൾ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിൽ. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അത് മാത്രമല്ല, ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റോഡിൻ്റെ ഒരു പ്രവർത്തികളാണ്. ഇപ്പോൾ ഈ കാണുന്ന ഓരോ വീട്ടിലേക്കും കൃത്യമായി കൊണ്ടുള്ള റോഡുണ്ട്. ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. എന്തായാലും അല്പ ദിവസത്തിനകം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാന റോഡ് അതായത് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് പ്രധാനമായി ടൗൺഷിപ്പിലേക്ക് വരുന്ന റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കാണുന്ന നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് പ്രധാനമായും ടൗൺഷിപ്പിൽ നിന്ന് ബൈപ്പാസിൽ നിന്ന് കയറി വരുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ആ റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടാറിംഗ് പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൗൺഷിപ്പിലേക്ക് വരുന്ന ഒരു റോഡ്. ഈ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് സോൺ 1 ആണ്. ഇതേപോലെ സോൺ 2-ലെയും 3-ലെയും 4-ലെയും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. നിലവിൽ സോൺ 1-ൻ്റെയും സോൺ 2-ലേക്ക് കയറി വരുന്ന റോഡുകൾ മാത്രമാണ് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അന്തിമഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കും. അതുമാത്രമല്ല, ഈ ഓരോ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഒരു കുടുംബത്തിന് പെട്ടെന്ന് ഒരു താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല. അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് വയനാട് കേരളം സ്വപ്നം കാണുന്ന ആ ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകും. വയനാടിനെ ചേർത്ത് നിർത്തിയ ഒട്ടേറെ മനുഷ്യരുടെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു സന്ദേശമായ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബൃഹത്തായ ഒരു മാതൃക തന്നെയാണ് കൽപ്പറ്റ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്.